നിലമ്പൂരിൽ അൻവർ സ്ഥാനാർത്ഥിയാവുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണല്ലോ. മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളത് വ്യക്തികളാണല്ലോ തീരുമാനിക്കേണ്ടത്. അദ്ദേഹം മത്സരിച്ചോട്ടെ, കുഴപ്പമില്ല. ഏതായാലും UDF-നെ സംബന്ധിച്ച് ഞങ്ങൾ എന്തായാലും അവിടെ വിജയിച്ചിരിക്കും, അതൊരു സംശയമില്ല. ഞങ്ങളുടെ വർക്കുമായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. UDF-നൊപ്പം നിർത്താൻ ഉദ്ദേശിച്ച ആളാണ്. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ വഴി അടഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു സമന്വയത്തിന് ഒരു സാധ്യതയില്ല. കാരണം അദ്ദേഹം സ്ഥാനാർത്ഥിയെ വിമർശിച്ചു, UDF നേതൃത്വത്തിനെ വിമർശിച്ചു. അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഇനിയൊരു സമന്വയത്തിൻ്റെ പാതയില്ല. മാത്രമല്ല, ഇനി അങ്ങനെ ഒരു സമന്വയത്തിൽ എത്തുന്നത് രണ്ടു കൂട്ടർക്കും ദോഷമാണ്. അധികം മത്സരിക്കട്ടെ. അൻവർ മത്സരിക്കുന്നത് UDF-ന് തിരിച്ചടിയാകും? ഇല്ല, കാരണം അൻവർ LDF-ന്റെ വോട്ടും കുറേ സ്വാധീനിക്കും. കാരണം അദ്ദേഹം 9 കൊല്ലം LDF-ന്റെ MLA ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഭയപ്പാടില്ല. ഇനിയൊരു സാധ്യത അൻവറിനുണ്ടോ UDF-ലേക്ക് വരാൻ? അല്ല, ഇനിയിപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ തൽക്കാലം സാധ്യതയില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ വാതിൽ അടച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അടച്ച വാതിൽ തുറക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം മത്സരിച്ചോട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ വർക്കുമായിട്ട് മുന്നോട്ട് പോകും. LDF-ന് ഗുണം ചെയ്യോ? ഒട്ടും ഗുണം ചെയ്യില്ല. കാരണം LDF-ന് അവിടെ വോട്ടുകൾ LDF-ന് കിട്ടേണ്ട ചില വോട്ടുകളാണ് അൻവർ പിടിച്ചെടുക്കുക. അതുകൊണ്ട് അത് LDF-നാണ് UDF-നേക്കാൾ ദോഷം ചെയ്യുക.